നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണം. എല്ലാവർക്കും നമസ്കാരം. പേളി മാണിയെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഓരോ സമയത്ത് പറയുന്നത്. ഓക്കെ, ഞാൻ റീസെന്റ് പേളി മാണിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ദിയാ കൃഷ്ണയ്ക്കിട്ടുള്ള അടി ഒരു കൊട്ട് അത് തന്നെയാണ് പേളി കൊടുത്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ദിയാ കൃഷ്ണയ്ക്കിട്ടുള്ള കൊട്ട് അവൾക്ക് അമ്മയെ മാത്രമേ വിളിക്കുകയുള്ളൂ, അവള് ബാക്കി പോകുന്നതല്ല അവളുടെ വഴിയെ കൂടി പോകുന്ന അമ്മയല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് നല്ല ഒന്നാം തരം കൊട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയാം, ദിയയുടെ അമ്മയെ മാത്രം അമ്മ എന്ന് വിളിച്ചാൽ മതി. ബാക്കി ആരെങ്കിലും ആരൊക്കെയെന്ന് വിളിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടമാണ്. പക്ഷേ പറയുന്ന തൊട്ടി വർത്തമാനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നീ പറഞ്ഞ വർത്തമാനം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, വേറെ ഒന്നും അല്ല പറഞ്ഞത്. വഴിയെ കൂടി പോകുന്നവർ അശ്വിൻ്റെ അമ്മ. ഇത് ആ വീഡിയോ കാണുന്ന അശ്വിൻ്റെ അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഓ വാട്ട് എ അമേസിങ് അവസ്ഥ. എന്തായാലും നിനക്ക് അത്രേ ഉള്ളൂ, അത് മനസ്സിലായി, നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. പക്ഷെ നീ കാണേണ്ട കുറെ വീഡിയോകളുണ്ട്, അതെല്ലാം നീ കണ്ടിട്ട് പോയാൽ മതി. പേളി മാണിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ട സമയത്ത് സത്യം പറയാലോ ദിയ, നിന്നോട് പുച്ഛമാണ് തോന്നുന്നത്. നിനക്കിട്ടുള്ള ഒരു അടിയും കൂടിയാണ് പേളിയുടെ ആ ഒരു മറുപടി. അതും റീസൺലി നീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം പേളിക്കും തിരിച്ചടിയാണ്. കാരണം വഴിയെ കൂടി പോകുന്നവരൊക്കെ അമ്മ എന്ന് വിളിക്കുന്നവരെല്ലാം മോശക്കാരെന്ന് പറയുന്നത് പോലെ അതുപോലെ നീ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് സ്വന്തമായിട്ട് അച്ഛനും അമ്മ ഇല്ലാത്തവർ ബാക്കിയുള്ളവരെ വഴിയെ കൂടി പോകുന്നവർ അച്ഛനും അമ്മ എന്നൊക്കെ വിളിച്ചാൽ മതി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടി നീ പറഞ്ഞു. ഇത് രണ്ടും സത്യം പറഞ്ഞ ഈ പറയുന്ന പേളി മാണിക്കും ബാക്കി ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ അമ്മ എന്നൊക്കെ വിളിക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു അടിയാണ് നീ ആ ഒരൊറ്റ ഡയലോഗിലൂടെ കൊടുത്തത്. എന്നാലും പേളിയുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണം. അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നായിട്ട് കണ്ടല്ലോ, അമ്മ എന്ന് വിളിച്ചിട്ടാണ് ഇവിടെ പേളി അഭിസംബോധന ചെയ്യുന്നത്. സ്വന്തം അമ്മയൊന്നും അല്ല. അത് പേളിയുടെ ക്വാളിറ്റി, മറ്റത് അവളുടെ ക്വാളിറ്റി. എന്തായാലും നീ ഇതൊക്കെ കാണണം കേട്ടാ. നിന്റെ ഉള്ളിലെ അഹങ്കാരം, കുറെ പണത്തിന്റെ ഉങ്ക്, ഈ സാധനങ്ങളെല്ലാം വീണുടയണം. നീ എന്താണെന്ന് നീ തന്നെ മനസ്സിലാക്കണം. വീട്ടിൽ തന്നെ വാഴപ്പിണ്ടി പോലെ പിടിച്ച് നിർത്തിയിരിക്കുന്നില്ലേ ആര്, അശ്വിൻ, അവനടക്കം ഇത് മനസ്സിലാക്കണം. എടാ വല്ലപ്പോഴും ഒന്ന് വാ തുറന്ന് പറയടാ, വല്ലപ്പോഴും എന്തെങ്കിലും. അശ്വിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം ഭാര്യ എന്ത് പോക്കൃത്തനം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും കൈ കെട്ടി ബാക്കിൽ ബോഡി ഗാർഡ് കണക്കിന് നിൽക്കാണ്ട്, വെറും വാഴയായിട്ട് നിൽക്കാണ്ട് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് വാ തുറന്ന് പുറത്ത് പറ കേട്ടാ. ഇങ്ങനെ ഒരു വാഴയായിട്ട് നിൽക്കാണ്ട് എനിക്ക് അത്ര പറയണമെന്ന് തോന്നി. അശ്വിനെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നീ വെറും മൊണ്ണയായിപ്പോവും. ഉള്ള കാര്യം പറയും. എന്തെങ്കിലും നിനക്ക് നിന്റേതായ അഭിപ്രായം വെച്ച് വാ തുറന്ന് ഒന്ന് പറയണം മുത്തേ. ആ നാക്കിൽ നിന്ന് എന്തെങ്കിലും കൊഴിയട്ടെ. ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മ അടക്കമല്ലടാ പറഞ്ഞത്, നിന്നെ പെറ്റ വയറിനെ അടക്കമല്ലടാ പുച്ഛിച്ച് തള്ളി പറഞ്ഞത്. നീ ഒന്ന് വാ തുറക്കടാ, ഒന്ന് വാ തുറക്ക് കേട്ടാ. ഇനി വേറൊരു വീഡിയോ കാണിക്കാം. പേളിയുടെ വീഡിയോ ആണ് കേട്ടാ. ഈ ക്വാളിറ്റി ഒന്നും എന്തായാലും ദിയയ്ക്ക് വരാനേ പോകുന്നില്ല. തൻ്റെ കുഞ്ഞിനെ നോക്കുന്ന മെയ്ഡിനെ അത്രയും കെയർ ചെയ്തിട്ട് ഒരു സ്വർണ്ണമാലയും സ്വർണ്ണ ബ്രേസ്ലെറ്റ് എങ്ങാണ്ടൊക്കെ മേടിച്ചു കൊടുക്കുന്ന പേളിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്, സന്തോഷമുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ലൊരു മൊമെന്റ് ആയിരുന്നു ആ ഒരു വീഡിയോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ 2 വർഷമായിട്ട് എന്റെ കൂടെയുള്ള എന്നെയും നിത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എന്റെ അനിയത്തിയാണിത്. സോ വീട്ടിലെ മെയ്ഡാണ്, ഓക്കെ. പക്ഷേ പറയുന്നത് അനിയത്തി എന്നാണ്. അത് ഇനി ഭംഗി വാക്കാവാം, എന്തോ ഓട്ടോറിറ്റീസ്, പക്ഷെ അത്രയും നല്ലൊരു വാക്കോട് സംസാരിക്കുന്നില്ല. അനിയത്തിയാണെന്ന് പറഞ്ഞും കൊണ്ട്, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ചേർത്ത് പിടിക്കുന്നവർ അത്രയും നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ കാണുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നുള്ളൊരു അർത്ഥം കൂടിയാണ് ഇവിടെ പേളി പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, ദിയയ്ക്ക് ആരെ എന്ത് വിളിക്കണമെന്ന് അവളുടെ ഇഷ്ടമാണ്. അതിൽ നമുക്ക് ഒരിക്കലും കൈ കടത്താനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ പുറത്തോട്ട് സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടാ, അതേ പറയാനുള്ളൂ. എന്തായാലും ഇത് കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ദിയയ്ക്ക് ഇട്ടിട്ടുള്ളൊരു കൊട്ടാണോ എന്നെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇവരൊക്കെ എല്ലാം കമ്പനി ആയിട്ടുള്ള ടീമുകളാണ്, കൂട്ടുകെട്ടൊക്കെ ഉള്ള ടീമുകളാണ്. ആ സ്ഥിതിക്ക് ദിയ വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് അച്ഛനും അമ്മ ഇല്ലാത്തൊരു വഴിയെ പോകുന്നവരൊക്കെ കയറി വിളിച്ചാൽ മതി എന്ന്. അപ്പൊ അത് ഈ പേളിക്കടക്കം കൊള്ളും. കാരണം പേളി ഒരുപാട് വീഡിയോയിലും ആരെയൊക്കെ അമ്മ എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്തിട്ടുള്ള ഈ പേളിക്ക് അപ്പൊ അത് കൊള്ളും. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വഴിയെ പോകുന്നവരെ വിളിക്കുന്നത് എന്നുള്ളൊരു കൊള്ളും. ആ സ്ഥിതിക്ക് പേളി തിരിച്ചൊരു അടിയും കണ്ട് അടിച്ച് എൻ്റെ സ്വന്തം അനിയത്തി അല്ലെങ്കിൽ എൻ്റെ അനിയത്തി എന്നുള്ള രീതിയിൽ ഈ ഒരു സംബോധന അടിക്കുമ്പോൾ ആർക്ക് കൊള്ളും, ആർക്ക് നെഗറ്റീവ് ആവും? ദിയയ്ക്ക് നെഗറ്റീവ് ആവും. ഇതെല്ലാം ദിയ കണ്ടുപഠിക്കണം കേട്ടാ.
എന്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് ഇടേ, അല്ലാണ്ട് മറ്റേ കുളപ്പുറത്ത് ഭീമനല്ല, ചുമ്മാ പറഞ്ഞതാ. ഈ മറ്റേ എന്തു പറയാ, നമ്മളെ തന്നെ എന്തോ വലിയ സംഭവം എന്നൊക്കെയുള്ള ചിന്താഗതി ഉള്ളവർക്ക്, അഹങ്കാരമുള്ളവർക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്നൊന്നും വരത്തില്ല. അവർക്ക് ഉള്ളിൽ നിന്ന് ഇമോഷൻസ് ഒന്നും കാണത്തില്ല. അവരുടെ ഫാമിലി, അവരുടെ ആ ഒരു ഇത്, ആ ഒരു സർക്കിള്. എന്നിട്ടും സ്വന്തം ഭർത്താവിനെ മൊണ്ണ കണക്കിന് അവിടെ ഡാമി കണക്കിന് ഇട്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. അവനെ എന്തോടെ അവനും ഒരു വികാരവും ഇല്ല, വിചാരവും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ കിടക്കണ്ട ഒരു ഡമ്മി പോലെ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലൈഫിലെ നമ്മളെ ഫ്രണ്ട്സ് പോലെയാണ് ഇവരെനിക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ നിൽക്കുകയും എന്റെ മുഖം വാടിയാൽ പോലും ഒരു ചായ തരും, അങ്ങനത്തെ ഒരാളാണ്. അവർക്കറിയാം എന്താണ് എനിക്കും എന്റെ പിള്ളേർക്കും എല്ലാവരുടെ കാര്യങ്ങളും. അതുകൊണ്ട് യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ ടു മീ. അതുകൊണ്ട് ഞങ്ങളൊരു ചുമ്മാ ബർത്ത്ഡേ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് എ നോർമൽ ഡേ, ബട്ട് വാണ്ടഡ് ടു ഗിവ് യു ദിസ്. ഓക്കെ, എന്താ പറഞ്ഞത്? രഞ്ജുയുടെ കഴുത്തിലിടാലോ, എന്റെ മാലയാ അത്. ഇത് രഞ്ജുയുടെ മാലയാ. സത്യല്ലേ, നൈസല്ലേ? ഓക്കെ, ചിലപ്പോൾ ചിലർ പറയും റീച്ചിന് വേണ്ടിയിട്ടാണ്. എന്തോ റീച്ചിന് വേണ്ടിയിട്ടായാലും എന്തോ കോപ്പിന് വേണ്ടിയിട്ടായാലും ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഇമോഷണലി ഒരു ഫീൽ ഉണ്ടാകുന്നില്ല. അത് മതി. റീച്ചിന് വേണ്ടിയിട്ടായാലും ചെയ്തില്ലേ. ചിലർ പറയുന്ന പോലെ വഴിയെ പോകുന്നവരൊന്നും എൻ്റെ അമ്മയുള്ള, എനിക്കെൻ്റെ അമ്മ മാത്രം, എൻ്റെ മറ്റേ വേറെ ഏതാ വീട്ടിൽ ഇരിക്കണ എൻ്റെ അമ്മ മാത്രമാണ് എൻ്റെ അമ്മ, ബാക്കി ആരും എൻ്റെ അമ്മയല്ല. നാളെ എൻ്റെ മോനെ കൊണ്ട് എന്നെ അല്ലാതെ വേറെ ആരെയും കൊണ്ട് അമ്മ എന്ന് വിളിപ്പിക്കില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ. എന്ത് പരിപാടിയുടെ, എന്തായാലും കൊള്ളാം. ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ പിണ്ട് കണക്കിന് നിൽക്കണം. ഇത് റഫ് യൂസ് ഒക്കെ ചെയ്യാം. ഇതൊന്ന് സൂക്ഷിക്കാൻ അവർ പറഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോവും. പക്ഷെ ഇത് നീ എത്ര വേണമെങ്കിലും നിനക്ക് ഇടാം. ഇപ്പൊ ഗോൾഡിന്റെ ഒക്കെ വില അറിയാലോ. എന്റെ അവനടാവേ, ഇപ്പൊ കല്യാണം കഴിക്കണമാരൊക്കെ ഗതിയേട്. സത്യം, വേറെ ഒന്നും കൊണ്ടല്ല, അമ്മാതിരി ചിലവ്. 2 പവനോ 3 പവനൊക്കെ വാങ്ങണമെങ്കിൽ 4 ലക്ഷം കടന്നങ്ങ് പോവും. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡിന്റെ ഒക്കെ റേറ്റുകൾ. ഓക്കെ, എന്തായാലും അടിപൊളി, പേളി സൂപ്പർ. ഇത് ദിയക്കുള്ള ഒരു അടിയായിട്ട് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഒരു കമന്റ് ഞാൻ ഒന്ന് വായിക്കാം. ഇതാണ് വളർത്തുഗുണം, അല്ലാതെ സ്നേഹമുള്ള അമ്മായിയമ്മയെ പോലും വഴിയെ പോകുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ടീംസിനെ പോലെയുള്ള അല്ല പേളി ചേച്ചി. ശ്രീനിയേട്ടന്റെ അമ്മയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയാണ്, സ്നേഹത്തോടെയാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായുള്ള എല്ലാ വ്ലോഗിലും അത് കാണാൻ പറ്റുന്നുമുണ്ട്. യു ആർ ഗ്രേറ്റ്. ആരും അല്ലാതിരുന്നിട്ടും കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലോ, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. നല്ലൊരു മൊമെന്റാണ്, നല്ലൊരു കാര്യമാണ്. ഓക്കെ, അത് കാണുന്ന സമയത്ത് നമുക്കും ആ BGM ഇമോഷൻ ഓക്കെ, റീജിനായിരുന്നു കോപ്പിന് വേണ്ടിയിട്ടായാലും ചെയ്ത്, അല്ലാതെ കൂടെ നിൽക്കുന്നവരെ മറ്റേ വഴിയെ പോകുന്നവരെ വിളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആണ് പേളി എന്ന് പറയുന്ന ഈ വ്യക്തി എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ദിയ ആന്റി എന്ന് വിളിച്ചാൽ മതി, ദിയയുടെ അമ്മായിയമ്മ. പക്ഷെ വഴിയെ പോകുന്നവരെയൊന്നും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് നീ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നീ അവർക്ക് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല. ആർക്ക്? അശ്വിന്റെ അമ്മയ്ക്ക് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് അപ്പനും അമ്മയും ഇല്ലാത്തവർ വഴിയെ പോകുന്നവരെ കയറി വിളിക്കാൻ പറയുമ്പോൾ നീ ഒരുമാതിരി വെറും മൈറ്റി വിലയാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കിടന്ന് പറക്കുന്നത്. മിക്കവാറും താഴെ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പറക്കട്ടെ, പ്രകാശം പരക്കട്ടെ എന്ന് പറയുന്ന പോലെ ദിയ കൃഷ്ണ പറക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ വേറൊരു വീഡിയോ എടുക്കാം. ഫൺ സ്റ്റാർസിലുള്ള അവരുടെ ഒരു ഡിബേറ്റാണ് ഈ പേളി ഈ ഒരു കാര്യം ചെയ്ത, അതായത് ഈ ജോലി കൊടുത്തതും അതിനെപ്പറ്റി ദിയ കൃഷ്ണനെ പറ്റിയിട്ടുള്ള ആ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംസാരമുണ്ട്, കേട്ടോക്കാം. പേളിമാണിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആയിക്ക് പേളിമാണി ഒരു സമ്മാനമായി സ്വർണ്ണമാലയും ഒരു ബ്രേസ്ലെറ്റും കൊടുക്കുന്നു. ഒരുപാട് മലയാളികളുടെ കണ്ണു നിറയുന്നു, പേളിമാണിയുടെയും കണ്ണു. ഈ ഒരു സ്വർണ്ണവില കുതിച്ചുയരുന്ന സമയത്താണ് പേളിമാണി ആ സ്നേഹ സമ്മാനം കൊടുത്തത്. പക്ഷെ ഇതിന്റെ അത് കറക്റ്റ് ആട്ടോ, സ്വർണ്ണവില കുതിച്ചു വരുന്ന സമയത്താണ്, അത്രയും റേറ്റ് കയറിക്കൊണ്ട് കിടക്കുകയാണ് സ്വർണ്ണം. അതിന്റെ ഇടയിലാണ് പേളി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. വരുന്ന ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ദിയകൃഷ്ണ കണ്ടുപഠിക്കുക, ഇതാണ് ഒരു മാതൃ സ്നേഹം, അല്ലാതെ വഴി കൂടെ പോകുന്നവരെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതല്ല. കണ്ടിരുന്നു? തീർച്ചയായും, സത്യം പറഞ്ഞ ഒരു സന്തോഷമുള്ള വാർത്തയായിരുന്നു അത്. പക്ഷെ അതിലും രസകരമായ കമന്റുകളാണ് വന്നത്. ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുമ്പോഴും ആൾക്കാരുടെ ഒക്കെ ആവേശം ദിയ കൃഷ്ണയെ തെറി വിളിക്കുന്നതിലാണ്. ഇതിലിപ്പം പേളിമാണി വീട്ടു ജോലി ചെയ്യുന്ന ആയിക്ക് സ്വർണ്ണമാലയും ബ്രേസ്ലെറ്റും മേടിച്ചു കൊടുക്കും. അതിന്റെ കമന്റ് ബോക്സിൽ ദിയ കൃഷ്ണയെ ഇങ്ങനെ പൊങ്കാലിടാൻ കാരണം. പക്ഷെ അതിൽ പൂർണ്ണമായിട്ട് തെറ്റ് പറയാനും പറ്റത്തില്ല. കാരണം
പേളിമാണിയുടെ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ആയെ വിളിക്കുന്നതിന് ചേച്ചി എന്നാണ്. എനിക്ക് കൂടെ പറഞ്ഞ പോലെയാണ് ഞാൻ കാണുന്നത്, ഒരു ആയായിട്ടല്ല. സ്വന്തം അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ഒരു ഭാഗത്ത് നിന്ന് ദിയാകൃഷ്ണ പറയുന്നു. അതേസമയം വീട്ടിലെ ആയെ എന്റെ സ്വന്തം സഹോദരിയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ് ചേച്ചി എന്ന് വിളിക്കുന്നു. ചേച്ചി എന്നല്ല, അനിയത്തിയാണെന്ന് തോന്നുന്നു അല്ലേ? അനിയത്തി ചേച്ചി ഓട്ടോ. എന്തായാലും ആ മനസ്സ് അത് വേറെ മനസ്സാണ്, മറ്റത് വേറെ മനസ്സാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് ദിയെ സജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിയ അത്രയും വലിയൊരു വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സ്വന്തം സഹോദരിയെ ചിലപ്പോൾ ഒരുപക്ഷെ രക്ഷിച്ചതാവാം, എന്നാലും ഉള്ളിലുള്ള സാധനമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കാരണം കിടന്ന് പ്രകാശം പറക്കുന്നത് പോലെയാണ് ദിയാകൃഷ്ണൻ ഇപ്പൊ പരന്നുകൊണ്ട് നടക്കുന്നത്. കയ്യിലിരിപ്പ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ചേച്ചി എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പൊ രണ്ട് വ്യത്യസ്തമായ വ്യക്തികളാണ്. പേളിമാണിക്ക് ഒരു വ്യക്തിത്വം, ദിയാകൃഷ്ണയ്ക്ക് മറ്റൊരു വ്യക്തിത്വം. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണല്ലേ വളർന്നു വരുന്നത്. പക്ഷെ നമുക്ക് അതിന് ശരിക്കും പറഞ്ഞാൽ കമ്പാരിസന്റെ ഒരു ആവശ്യമില്ല. എന്നിരുന്നാൽ കൂടെ എങ്ങനെ ഒരാളെ അഭിസംബോധന ചെയ്യാം? കമ്പാരിസന്റെ ആവശ്യമില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. കമ്പയർ ചെയ്യണം, നാട്ടുകാർ കമ്പയർ ചെയ്യണം. എന്തിനു ചെയ്യാതിരിക്കണം? ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം. കാരണം പല വീഡിയോസിൽ അമ്മ എന്ന് വിളിച്ച് പലരെയും അമ്മ എന്നൊക്കെ വിളിച്ച് പേളി സംബോധന ചെയ്യുന്നത് അത് പേളിയുടെ ഇഷ്ടമാണ്. അത് ക്വാളിറ്റി മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ അമ്മയെ മാത്രം അമ്മ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ മാത്രം വിളിച്ചാൽ വേറെ ആരെ അമ്മ എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മച്ചി എന്നോ ആൻറ്റി എന്നൊക്കെ വിളിക്കാം. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന രീതി, അതിനൊക്കെ ഒരു ഇതുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ മാത്രം അമ്മയെന്ന് വിളിക്കുള്ളൂ, അതുകൊണ്ട് വേറെ ഇവർക്കൊക്കെ ഭ്രാന്ത സ്വന്തം അമ്മയല്ലാതെ വേറെ ഉള്ളവരൊക്കെ അമ്മ എന്ന് വിളിക്കുക എന്ന് പറയുന്ന ഒരു റൈറ്റ്സും എനിക്കില്ല. മനസ്സിലാക്കുക, അതാദ്യം മനസ്സിലാക്കുക. അമ്മ അച്ഛനൊന്നും ഇല്ലാത്തൊരു വഴി പോണവരെയൊക്കെ കയറിയിട്ട് വിളിക്കട്ടെ അമ്മ അച്ഛനൊന്നൊക്കെ. ആ ഒരു സാധനം ആ ഒരു സാധനം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അല്ലെങ്കിൽ എങ്ങനെ ഒരു സാഹചര്യത്തെ മാറ്റാന്നുള്ള ഇതിനാണ് ആൾക്കാർ കമ്പാരിസൺ ചെയ്യുന്നത്. ദിയാകൃഷ്ണൻ ഇത് കണ്ടുപിടിക്കണം. ചേച്ചി ഒരാൾ ഉപയോഗിക്കുന്ന വാക്ക്, ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അച്ഛൻ എന്ത് തോന്നിയത്? ദിയാകൃഷ്ണൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയത്തില്ലേ, കൈവിട്ടായുധം വാവിട്ട വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിൽ ദിയാകൃഷ്ണൻ പറഞ്ഞതിൽ ഏറ്റവും വിഷമമായ ദിയാകൃഷ്ണ ഭർത്താവിനാണ്. കാരണം ഭർത്താവിന്റെ അമ്മയാണ് ദിയാകൃഷ്ണൻ പറയുന്നത്. വഴി കൂടെ പോകുന്നവരെ പോലും ഞാൻ അമ്മ എന്ന് വിളിക്കത്തില്ല, എന്റെ കുഞ്ഞിന്റെ അമ്മ ഞാൻ മാത്രമാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മ എന്നെ മാത്രമേ അമ്മയെന്ന് വിളിക്കാവുള്ളൂ. പക്ഷെ അതിൽ പേടിയുമാണ് ഇനി സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വീട്ടിൽ ജോലിക്കാരി, എനിക്ക് തോന്നുന്നു 2026 കാലഘട്ടമായാലും ഇന്നും ചില വീടുകളിൽ ജോലിക്ക് വരുന്നവരെ അടുക്കളയിൽ ഇരുത്തി മുറ്റത്തിരുന്ന് കഴിച്ചോളാൻ പറയുന്ന ആളുകൾ ഇന്നിവിടെ ഉണ്ട്. ആ ഡൈനിങ് ടേബിളിൽ പോലും നമ്മൾ കഴിക്കുന്നിടത്ത് പോലും കഴിക്കാൻ ഇരുത്താതെ, നിങ്ങളൊക്കെ വേലക്കാരിയാണ്, മാറിപ്പോയി പറമ്പിരുന്ന് കഴിച്ചാൽ മതി, അവർക്കായിട്ട് ഒരു സെപ്പറേറ്റ് പ്ലേറ്റ്, അവർക്കായിട്ട് ഒരു സെപ്പറേറ്റ് ഗ്ലാസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം മാറിയാലും ഈ ഒരു അതിപ്പോഴൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് പാമ്പ് പിടിക്കാനായിട്ട് വാവാ സുരേഷ് ഏട്ടൻ പോയ സമയത്ത് മറ്റേ ഏതാ കക്കൂസി കിടന്ന കപ്പിലാണ് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ എടുത്ത് കൊടുത്ത്. അങ്ങനത്തെ തന്തയില്ലാത്തവന്മാർ ഇപ്പോഴും ജീവിക്കുന്ന കാലഘട്ടം അതുണ്ട്, അതില്ലെന്നൊന്നും പറയുന്നില്ല. അതിന്റെയൊക്കെ ഒരു പകർപ്പാണ് ദോ കിടക്കുന്നത്. എവിടെ തുപ്പി കാണിക്കാൻ കേട്ടാ. ചില ആളുകളെ മാറിയിട്ടില്ല. അപ്പോഴാണ് പേളിമാണി ഒരു നല്ല മനസ്സ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിമിഷ ചില കമന്റുകൾ പേളിമാണിയുടെ ബോക്സിൽ വന്നിരിക്കുന്നത്, ഇത് ഒരു പ്രൊമോഷന് വേണ്ടിയല്ലേ, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. അതായത് പേളിമാണിക്ക് വേണമെങ്കിൽ അത്രമേൽ സ്നേഹം ഈ പറയുന്ന, ഞാൻ ആയെന്ന് ഉപയോഗിക്കുന്നില്ല, സോറി, ഈ പറഞ്ഞ ചേച്ചിക്ക് പേളിമാണി പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം. ഈ പറഞ്ഞ ആയെന്നോ മേടുന്നു അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊന്നും അങ്ങനെ വൃത്തിയിട്ട വാക്കൊന്നുമില്ല. ആയെന്ന് ഇപ്പൊ പറഞ്ഞത് അതിലൊന്നും കുഴപ്പമില്ല. അത് മാന്യമായിട്ട് പറയടേ, ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് ആയെന്നോ മേടുന്നോ ഇപ്പോൾ വേലക്കാരി എന്നൊക്കെ പറയുന്നതിൽ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ജോലി അത് വലിയ വിഷയമുള്ള വാക്കൊന്നുമില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് അത് ഒരുപാട് പറയാറില്ല. ഓക്കെ, അത് വോട്ടവർ. ഇപ്പം നമ്മൾ പട്ടിത്താഴ്ത്തും പരിഹാസവും ആക്കി പുച്ഛിച്ച് തള്ളുന്നതിനേക്കാളും നല്ലത് മാന്യമായിട്ട് ആ വാക്കുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പേളി ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്, ഒന്നും പറയാനില്ല. ഞാൻ കൊടുക്കുന്നു, അത് ആ പേളി ആ ചേച്ചിയും അറിഞ്ഞാൽ പോലെ അത് ഈ വീഡിയോ എടുത്തിട്ടു. ആ ചേച്ചിക്ക് അല്ലെങ്കിൽ ആയക്ക് അവരുടെ മക്കൾ നാളെ ഇത് കാണും. യൂട്യൂബ് വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ആയി പോകുന്നല്ലോ. അവരുടെ മക്കൾ കാണുമ്പോൾ അവർക്ക് വിഷമമാണ്. ഇല്ലല്ലോ, ചേച്ചിക്ക് ഒരു സമ്മാനമായിട്ട് ഒരു ബ്രേസ്ലെറ്റ് മാലയാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞ ഒരു മാതൃകയായിട്ട് ഞാൻ ഇപ്പൊ നിമിഷയ്ക്ക് ഈ ഒരു വള ഗിഫ്റ്റ് ആയിട്ട് തരുന്നു. ഞാൻ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നു, എല്ലാവരും 100 നല്ല കമന്റ്സ് പറയുന്നു. നിമിഷയുടെ മക്കളോ നിമിഷയുടെ അമ്മയോ നാളെ അയ്യോ നമ്മുടെ കുടുംബത്തിനൊരു പേരുദോഷം ഉണ്ടാക്കിയല്ലോ, ഇത് വീഡിയോ ഇടുന്ന ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലേ, ഗിഫ്റ്റ് കൊടുത്തേക്ക് എടുത്തിരുന്നതിൽ എന്ത്, അതിലൊന്നും വലിയ വിഷയമൊന്നുമില്ല. അവർക്കും പ്രശ്നമില്ല, അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, പിന്നെ ആർക്കും പ്രശ്നം. അങ്ങനത്തെ ഒരു പോയിന്റിൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ ഉബൈദായാലും നമ്മുടെ സൂരജ് ആയാലും ടോണി അച്ഛനായാലും ഇവരൊക്കെ സഹായങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. അവർ വീഡിയോ എടുത്തിടുന്നുണ്ട്, കാരണം അവർ വീഡിയോ എടുക്കുന്നവർക്ക് അത് പ്രശ്നമില്ല. അവരത് കണ്ടന്റ് ബേസിൽ ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്, അവർ അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി വീണ്ടും സഹായിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇവിടെ ഇപ്പം പേളി എന്താ ചെയ്ത, കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുക്കുന്ന എടുത്ത് വീഡിയോ ചെയ്തത് ഇപ്പോൾ ചിലപ്പോൾ റീച്ചിന് വേണ്ടി ആവും, മേ ബി വോട്ടവർ, എന്തായാലും ചെയ്തില്ലേ, അത്രയും ചിന്തിക്ക്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ, അത് വീഡിയോ ഇടുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, പിന്നെ നമുക്ക് എന്നാ പ്രശ്നമെന്ന് ഈ കേസിൽ ഞാൻ ചോദിക്കത്തുള്ളൂ. വേറെ കേസിലാണെങ്കിൽ നമ്മൾ കുത്തിങ്ങെടുക്കും. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന വലങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുതെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റി അറിഞ്ഞാൽ നല്ലതാണ്, മാതൃകയാവട്ടെ. ഇതൊരു
പക്ഷേ വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ ഇതിനെ കുട്ടി ഘോഷിക്കത്തില്ല. പേളിമാണി സൂപ്പർ സ്റ്റാർ ആണല്ലോ. പേളിമാണി ഓൾറെഡി അറിയപ്പെടുന്ന ഒരാളാണ്. എന്നിരുന്നാൽ കൂടെ നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന വലിയ സ്റ്റാർസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇവരുടെ ഫാൻസ് അസോസിയേഷൻ എല്ലാവരും കൂടി വലിയൊരു ആഘോഷമാക്കി മാറ്റും. അപ്പോൾ പേളിമാണി ഇത് ചെയ്യുമ്പോൾ അതിനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നല്ല കാര്യം ചെയ്താൽ നമ്മൾ നല്ലത് തന്നെ പറയണം. ഒരു പക്ഷേ ഇപ്പൊ വരുമാനം കിട്ടുന്നുണ്ടാവും ആ യൂട്യൂബ് ഈ പറയുന്ന പർട്ടിക്കുലർ വീഡിയോക്ക് ഒരുപാട് റീച്ച് ഉണ്ടായിരിക്കും. 8 ലക്ഷം പേരോളം തന്നെ വീഡിയോ കണ്ടു. അതിൽ കിട്ടുന്നത് വരുമാനമാണ്. അതെ, പക്ഷേ ഈ വരുമാനം ഒക്കെ കൈ കിട്ടിയിട്ട് സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, കാർ വാങ്ങിക്കുക, ഒരുപാട് വീട്ടിലെ വ്ലോഗൊക്കെ ഇട്ട് കോൺട്രവേഴ്സ്യൽ ന്യൂസ് ഉണ്ടാക്കി അതിനെ കൊണ്ട് ബെൻസ് കാർ വാങ്ങിച്ച ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സമൂഹം ജീവിക്കുമ്പോൾ അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. ഒരു മറ്റൊരു വ്യക്തിക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലേ ഈ സ്വർണ്ണ. ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഈ സാധനം വാങ്ങിയ പൈസ ആ വീഡിയോയിലൊന്നും തന്നെ റിട്ടേൺ കിട്ടി. ഓക്കെ, റിട്ടേൺ കിട്ടട്ടെ, നല്ല കാര്യം. പക്ഷെ എന്നാലും ചെയ്തില്ലേ? ചെയ്തില്ലേ? അതല്ലേ നല്ലൊരു കാര്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരയണം, അറ്റ്ലീസ്റ്റ് ഒരു ഗീവ് അവേ തരയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് അവേ തന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ നാട്ടുകാരെല്ലാം അറിയിച്ചും കൊണ്ടല്ലോ ആ സാധനം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ സെലക്ട് ചെയ്യുന്ന അടക്കം ഞാനത് കാണിച്ചുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സ്നേഹത്തോടെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നാലും ഞാനത് കാണിച്ച് അതിൽ നിന്ന് ഒരു ഏണിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു തെറ്റും കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വെറും ഊളത്തനങ്ങൾ ബാക്കി പൊതുസമൂഹത്തിൽ കാണിച്ചുകൊണ്ട് നടന്നിട്ട് പുറത്ത് നന്മമരം കളിക്കുന്ന ആ ടീമുകൾ എനിക്കിഷ്ടമല്ല. അത് നല്ല പരിപാടിയൊന്നുമല്ല കേട്ടോ. എന്നാലും ഇതെനിക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഒരു ഗിഫ്റ്റ് കൊടുത്തു, മൊത്തത്തിൽ എല്ലാം വ്ളോഗുകൾ, ഫാമിലി വ്ളോഗ് ടൈപ്പിൽ എല്ലാം ഫാമിലി വ്ളോഗുകൾ ഇടുന്ന ഇവരൊക്കെ അത് കാണിക്കുന്നതിൽ ഒരു തെറ്റില്ല. പിന്നെ ആ പെൺകുട്ടിക്ക് വിഷയമില്ലെങ്കിൽ അതിനേക്കാൾ ഒരു വിഷയമൊന്നുമില്ല. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ഫെയിമിന് വേണ്ടി റീച്ചിന് വേണ്ടി എനിക്ക് പേഴ്സണലി പേളിമാണിയുടെ വീഡിയോ കണ്ടപ്പോൾ എന്റെ കണ്ണുപോലെ നിറഞ്ഞു പോയിരുന്നു. ഇനി ഫെയിമിന് വേണ്ടി റീച്ചിന് വേണ്ടി ചെയ്തതാണെങ്കിലും കുഴപ്പമില്ലെന്നേ പറയത്തുള്ളൂ. നല്ല കാര്യം ചെയ്തില്ല. ഓക്കെ, അവിടെ ആർക്കും ഒരു ദോഷം വരുന്നില്ലല്ലോ. ഇപ്പൊ പേളിമാണി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത് കൊണ്ട് ആ കുടുംബത്തിനോ അല്ലെങ്കിൽ പേളിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ വഴിയെ കൂടി പോകുന്നവരുടെ കുടുംബത്തിനോ ആർക്കും ഒരു ദോഷമില്ലല്ലോ. ആ സ്ഥിതിക്ക് ആ വീഡിയോ കൊണ്ട് ഒരു വിഷയവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിലെ കമന്റ് ബോക്സിൽ പറഞ്ഞു, തീർച്ചയായിട്ടും എന്റെ കണ്ണ് നിറഞ്ഞു. ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്. പുള്ളിയുടെ കണ്ണുകളിൽ ആ വിഷമം കണ്ടു, ആ സ്നേഹം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോസിറ്റീവ്. ഈ പേളിമാണിയുടെ കമന്റ് ബോക്സ് അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കമന്റ് ആണ്. പേളിമാണി ബിഗ് സലൂൺ, ഞാനൊരു 8 വർഷമായിട്ട് ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നു. അവിടുന്ന് ഞാൻ മടങ്ങുമ്പോൾ ഒരു ഉടുപ്പ് പോലും എനിക്ക് ആ വീട്ടുകാർ തന്നിട്ടില്ല. അങ്ങനത്തെ വീട്ടുകാരും ഉണ്ട്. തീർച്ചയായും പോകുമ്പോൾ ഒരു ചെറിയൊരു വസ്ത്രം വാങ്ങിച്ച് എത്രയോ അതുണ്ട് കേട്ടോ. അതില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജോലിക്കാരുടെ ലെവലിൽ കണ്ട് താഴ്ത്തി കണ്ടുകൊണ്ട് നോക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ട്. അതിപ്പോഴും ഉണ്ട്, ഒരുപാട് വീട്ടുകാരുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ, അവരൊക്കെ അങ്ങനെയാണ്. 300 രൂപ 400 രൂപ പോലും ചെലവാക്കാൻ മടിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. ദിയാകൃഷ്ണയെ പരസ്പരം സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ആയിരിക്കും ഇത്. അതാണ് ഞാൻ പറയുന്നത്. അജിന് ഇവിടെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണയുടെ സംസാര രീതി പലപ്പോഴും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരിക്കാം. അതേസമയം അയ്യോ, നമ്മൾ കോടിക്കണക്കിന് സഹായിച്ചിട്ടും മറ്റേ കൊണച്ച വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. സത്യമുള്ള കാര്യം പറയാം. നമ്മൾ ഇത്രയൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് തോന്നിയാസോ എന്ത് മറ്റേ കൊണച്ച വർത്താനം വിളിച്ച് പറയാന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നല്ലതല്ല. ദിയാകൃഷ്ണൻ ഇനിയിപ്പോൾ കോടിക്കണക്കിന് ആരെങ്കിലും സഹായിച്ചിട്ടായാലും ഇമാതിരി കൊണച്ച വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ അവൾ അത്ര സഹായിച്ചില്ല അപ്പം നമ്മൾ ഇതങ്ങ് മറക്കണം. പറ്റത്തില്ല. അതിനിപ്പോൾ നാളെ വേളി വന്നിട്ട് കൊണച്ച വർത്താനം പറഞ്ഞാലും എടുത്തിട്ടലക്കും. അത് വേറെ മാറ്റമൊന്നുമില്ല. പക്ഷെ ചില കമന്റുകളിൽ വന്നേക്കുന്ന ഒരു കാര്യം, പേളിമാണിയുടെ മുഖംമൂടി മാറ്റാൻ സമയമായി, പേളിമാണിയുടെ മുഖംമൂടി ഇനിയെങ്കിലും മാറ്റണം, ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രം ചിരിക്കുന്ന ഒരു മുഖമല്ലാത്തൊരു മുഖം പേളിമാണിക്കുണ്ട്. അതിപ്പോ എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും ഉണ്ട്. ഞാൻ ഈ വിളിച്ചോണ്ടിരിക്കണം അല്ലെങ്കിൽ കൊണവണമെന്ന് നിങ്ങളടുത്ത് പറഞ്ഞോണ്ടിരിക്കണം. ഇത് കഴിയുമ്പോൾ ഞാൻ വെറുതെ തൊട്ടിയാ ഇല്ലെന്നത് ഞാൻ പറയില്ല. അത് എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന പോയിന്റ്സുകൾ നല്ലതായിരുന്നാ പോരെ, ആവണ്ടേ? ഓക്കെ, ഇവിടെ ദിയാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കിൽ കൊടുക്കുന്ന പോയിന്റ് അടക്കം തൊട്ടി പോയിന്റ്. അപ്പോൾ പബ്ലിക്കിൽ ഇങ്ങനെയാണെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കും. ഇപ്പൊ നമുക്കൊരു മാതൃകാപരമായ പെരുമാറ്റമാണ് പേളിമാണിയുടെ. നമുക്ക് പബ്ലിക് ആയിട്ട് വീഡിയോയിൽ കാണണം അല്ലേ? നമുക്ക് പബ്ലിക് ഫിഗർ ആണ്. അവരുടെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം കാണും. അല്ല, അവരുടെ പേഴ്സണൽ ലൈഫ് ഇടാമെങ്കിൽ റിയാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അല്ല, പേഴ്സണൽ ലൈഫിൽ ഇപ്പൊ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്കിപ്പോൾ നമ്മൾ കാണുന്നതാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. പേഴ്സണൽ ലൈഫ് നമ്മൾ അറിയുന്നില്ല. ഞാൻ അറിയുന്ന പേളിമാണി എനിക്ക് സമൂഹത്തിനെ പോലെ എല്ലാ ഓഡിയൻസിനെ പോലെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇഷ്ടമാണ്. ദിയാകൃഷ്ണൻ എനിക്ക് ഇഷ്ടക്കേട് ഒന്നുമില്ല. കാരണം പുള്ളിക്കാരൻ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് പുള്ളിക്കാരത്തി ഒന്നും ചിന്തിക്കാതെ സംസാരിക്കുന്നു. ഇഷ്ടമായിട്ടുള്ള നിമിഷയുടെ ഭർത്താവിന്റെ അമ്മയെ വഴി കൂടെ പോകുന്ന അമ്മയെന്ന് വിളിക്കില്ല. അഥവാ ഒരു എന്താ പറയാ സ്ലിപ്പ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നാൽ പോലും ചിലപ്പോൾ ഞാൻ ഒരു പക്ഷേ നെക്സ്റ്റ് ഡേ അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ്, തെറ്റുപറ്റി എന്ന് ചിലപ്പോൾ ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം വഴിയെ പോകുന്ന ഒരാളല്ല. ആ ഒരു പ്രസ്താവനയോട് ഇന്നും ഞാൻ വിയോജിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തിയുടെ ഒരു സംസാര ശൈലി, ഒരു ആലോചിക്കാതെയുള്ള വർത്താനം ഒക്കെ ആയിരിക്കാം എന്ന് തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് ദിയയുടെ മെയിൻ ഹൈലൈറ്റ് സാധനം. ദിയ എന്ന് മാത്രമല്ല KK ഫാമിലി മൊത്തം അങ്ങനെയാണ്. തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ പിടിച്ച മാനിന് 7 കൊമ്പ് തന്നെ. അവൻ പറയും 2 കൊമ്പാണെന്നില്ല, 7 എണ്ണം ഉണ്ട്, എണ്ണി നോക്ക് എന്ന് പറയും. ദിയാകൃഷ്ണൻ ആർക്കും ചാരിറ്റി ചെയ്യുന്നില്ല എന്നോ ആരെയും സഹായിക്കുന്നില്ല എന്നോ നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ പബ്ലിസിറ്റി ചെയ്യുന്നില്ലായിരിക്കാം. അതായത് ഒരു പക്ഷേ പേളിമാണി വീഡിയോയിൽ കാണിച്ചതുപോലെ വീഡിയോയിൽ ഈ ദിയാകൃഷ്ണനെ കാണിക്കാൻ താല്പര്യമില്ലായിരിക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ, ചെയ്യുന്നത് മുഴുവൻ കാണിക്കത്തില്ല. അവർ ഒരുപക്ഷെ വീട്ടുകളിൽ ഈ പറയുന്ന ആയമാർക്കോ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്ന് വെച്ച് പേളിമാണി അത് പബ്ലിക്കായിട്ട് കാണിച്ചെന്ന് കരുതി ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നല്ല ഉദ്ദേശമായിരിക്കാം.
എനിക്കിതൊക്കെ ഒരു മാതൃകയായിട്ടാണ് അജിൽ പേഴ്സണലി പേളിമാണി ഈ സ്വർണ്ണം മേടിച്ചു കൊടുത്തത് കൊണ്ട് നിമിഷയ്ക്ക് എന്താ അതിൽ മാതൃകയായത്? ആ നിമിഷം മേടിച്ചു കൊടുക്കുകയും ഇപ്പോൾ എനിക്ക് ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയല്ല, ഫ്യൂച്ചറിൽ ഞാൻ വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാണ്. പേളിമാണിനെ പോലെ ഇത്രയും കോടിക്കണക്കിന് വരുമാനം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കൊരു ആയുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഞാനന്ന് മാതൃകാപരമായി ഇതുപോലെ വീഡിയോ ഇടാം. അപ്പൊ എന്തായാലും ജനങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഈ സോഷ്യൽ മീഡിയ കാണുന്നതല്ല റിയാലിറ്റി. അതല്ല സ്വർണം കൊടുത്ത പേളിക്കും സ്വർണം ലഭിച്ച ആ ചേച്ചിക്കും ഒരുപാട് സന്തോഷം. ഇനി ഇതുപോലത്തെ വീഡിയോസ് നമ്മളും കാത്തിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മൾക്കും ചെയ്യാൻ പറ്റട്ടെ. അതെ, എല്ലാവർക്കും ഒരു നന്മ പകരട്ടെ. പ്രകാശം പകരട്ടെ. അതുപോലെ ദിയാകൃഷ്ണ ഏറിയും താഴെ ഇറങ്ങട്ടെ. കൂടുതലൊന്നും പറയാനില്ല. പേളി കാണിക്കുന്ന ഈ ക്വാളിറ്റിയുടെ 1% ദിയ കാണിക്കുക. പേളിയെ ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് സംസാരിച്ചതിന്റെ റീസൺ വേറെ ഒന്നുമില്ല. പേളി ചെയ്ത നല്ലൊരു കാര്യമായില്ല. ദിയ, നീ ഒരുപാട് പഠിക്കാൻ കിടക്കണം. നീ പഠിച്ചതൊന്നുമല്ല പാഠം, ഇനിയാണ് നീ പഠിക്കാൻ കിടക്കുന്നത്. എന്തായാലും ഏറിയുന്ന ഉടനെ താഴെ ഇറങ്ങട്ടെ. അടുത്ത വിഷയമായി വീണ്ടും ദിയ വരട്ടെ. കൂടുതലൊന്നും പറയില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.